നമസ്കാരം. നടി ഹണി റോസിനെ ലൈംഗികമായി അധിക്ഷേപിച്ച കേസിൽ റിമാൻഡിൽ കഴിയുന്ന വ്യവസായി ബോബി ചെമ്മണ്ണൂരിന് ഇന്ന് ജാമ്യം നൽകാമെന്ന് കോടതി തന്നെ രാവിലെ വെളിപ്പെടുത്തുകയായിരുന്നു. ഹൈക്കോടതിയാണ് ബോബിക്ക് ജാമ്യം അനുവദിക്കുന്നത്. ജസ്റ്റിസ് പി.വി. കുഞ്ഞികൃഷ്ണന്റെ ബെഞ്ചാണ് ബോബിയുടെ ജാമ്യ ഹർജി പരിഗണിക്കുന്നത്. ബോബിക്കായി മുതിർന്ന അഭിഭാഷകൻ ബി. രാമൻപിള്ള ഹാജരായിട്ടുണ്ട്. ബോബിയുടെ ജാമ്യ ഹർജിയെ സർക്കാർ ശക്തമായി കോടതിയിൽ എതിർത്തിട്ടുണ്ട്. അതേസമയം നടി ഹണി റോസ് നൽകിയ പരാതിയുടെ മുൻകൂർ ജാമ്യം തേടി രാഹുൽ ഈശ്വറിനും തിരിച്ചടിയുണ്ട്. അറസ്റ്റ് തടയണമെന്ന രാഹുൽ ഈശ്വറിന്റെ ആവശ്യം ഹൈക്കോടതി അംഗീകരിച്ചിട്ടില്ല. മുൻകൂർ ജാമ്യാപേക്ഷയിൽ പോലീസിന്റെ നിലപാട് അറിയിക്കാനും കോടതി ആവശ്യപ്പെട്ടിട്ടുണ്ട്. രാഹുൽ ഈശ്വർ ഓൺലൈനായി സമർപ്പിച്ച ഹർജി ഫയലിൽ സ്വീകരിക്കാനാകില്ല എന്ന ഹൈക്കോടതി ഈ മാസം 27-ന് പരിഗണിക്കുന്നതായി തന്നെ മാറ്റിവെച്ചു. വേട്ടക്കാരനോടൊപ്പം തന്നെ ഇരയെയും കുറ്റക്കാരിയാക്കണമെന്നും കാണണമെന്ന നിർദ്ദേശമാണ് ചിലർ മുന്നോട്ട് വയ്ക്കുന്നതെന്ന് സംവിധായകൻ ആലപ്പി അഷ്റഫ് വെളിപ്പെടുത്തി. ഇവിടെ കൊലക്കുറ്റമൊന്നും ആരും ചെയ്തിട്ടില്ലല്ലോ എന്നും അദ്ദേഹത്തിനെ അറസ്റ്റ് ചെയ്യാനും ജയിലിടാനും മാത്രം അദ്ദേഹം എന്ത് ചെയ്തു എന്നടക്കം ഷിയാസ് കരീം അടക്കമുള്ളവർ തന്നെ ഇതിനെക്കുറിച്ച് സംസാരിക്കുന്നുണ്ട്. ഇതുപോലെ തന്നെ പലരും ഇപ്പോൾ ബോച്ചയ്ക്ക് വേണ്ടിയും രംഗത്ത് വരുന്നുണ്ട് എന്ന് പറയാം. ഹണി റോസിന് വേണ്ടിയാണ് ഭൂരിഭാഗം പേരും നിൽക്കുന്നതെങ്കിലും ഇതുപോലെ ബോച്ചയെ കുറിച്ച് സംസാരിക്കുന്നവരും നിരവധി പേരാണ്. ബോബി ചെമ്മണ്ണൂർ ഹണി റോസ് വിഷയത്തിലാണ് സംവിധായകന്റെ പ്രതികരണം ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. അപമാനവും അധിക്ഷേപവും അതിരുകടന്ന് പലതവണ മുന്നറിയിപ്പ് നൽകിയതാണെന്നാൽ പണത്തിന്റെ ഹുങ്കിൽ വെല്ലുവിളിയോടെ അയാൾ അത് തള്ളിക്കളയുകയും ഉണ്ടായെന്നും ആലപ്പി അഷ്റഫ് തന്റെ യൂട്യൂബ് ചാനലിലൂടെ പറഞ്ഞു. സങ്കടകരമായ ഹണി റോസിന്റെ പോസ്റ്റ് കണ്ടപ്പോഴെങ്കിലും അവളെ വിളിച്ചൊരു സോറി പറഞ്ഞിരുന്നുവെങ്കിൽ ഇന്ന് കാക്കനാട് ജയിലിൽ പോയി തന്നെ കടക്കേണ്ട അവസ്ഥ ഉണ്ടാകില്ല എന്നും ഇപ്പോൾ ബോബി ചെമ്മണ്ണൂരിനെതിരെ ആലപ്പി അഷ്റഫ് പറയുകയാണ്. ഹണി റോസിന് വേണ്ടി തന്നെയാണ് അദ്ദേഹം സംസാരിക്കുന്നതെന്ന് ഈ വാക്കുകളിലൂടെ മനസ്സിലാകുന്നു. തന്റെ കരിയറിൽ കോടികൾ സ്വാധീനം, തന്റെ അഹങ്കാരവും അകമ്പടികളും ഓർത്തപ്പോൾ തന്നെ ബോച്ചയുടെ മനസ്സ് അതിനനുവദിച്ചില്ല എന്നതാണ് ഏറ്റവും വലിയ സത്യമെന്നും സംവിധായകൻ കൂട്ടിച്ചേർത്തു. ബോച്ചയുടെ ജാമ്യം നിഷേധിച്ച് ജയിലിലേക്ക് കൂട്ടിക്കൊണ്ടു പോകുമ്പോൾ ആ വാഹനം തടഞ്ഞ വെട്ടുക്കിളി കൂട്ടം പറയുകയുണ്ടായത് ഏത് പോലീസായാലും കോടതിയായാലും ഒരു കാര്യം മനസ്സിലാക്കണം, അയാൾ ഒരു സാധാരണക്കാരനല്ല. അയാൾ ഒരുപാട് പേർക്ക് ശമ്പളം കൊടുക്കുന്ന ഒരു വ്യക്തിയാണ്. അയാൾ ഒരുപാട് ചാരിറ്റി ചെയ്യുന്ന വ്യക്തിയാണ്. ഇതൊന്നും അംഗീകരിക്കാനാവില്ല. ഇതിനെതിരെ പ്രതിഷേധിക്കും, പ്രതിരോധിക്കും എന്നൊക്കെയാണ് പറഞ്ഞത്. ഈ പ്രതിഷേധം ചാനലിലൂടെ എല്ലാവരും കണ്ടു. സ്വാഭാവികമായും കോടതിയും പോലീസും നിരീക്ഷിച്ചു കാണുമെന്നും ആലപ്പി അഷ്റഫ് പറയുന്നുണ്ട്. പ്രതിഷേധക്കാർക്കുള്ള കൃത്യമായ മറുപടി ബഹുമാനപ്പെട്ട ഹൈക്കോടതിയിൽ നിന്നും കൃത്യമായി ലഭിക്കുകയും ചെയ്തു. സാധാരണക്കാരന് ഇല്ലാത്ത ഒരു പരിഗണനയും ഈ കേസിലുമില്ല, അയാൾക്കുമില്ല എന്നത് ഹൈക്കോടതിയും ഓർമ്മപ്പെടുത്തി. നിങ്ങൾ പണത്തിന്റെ ഹുങ്കിൽ വിശ്വസിക്കുന്നു, ഞാൻ ഇവിടുത്തെ നിയമത്തിൽ, നിയമവ്യവസ്ഥയിൽ വിശ്വസിക്കുന്നു. ഇതാണ് ഹണി റോസ് എന്ന് പറഞ്ഞതിന്റെ അർത്ഥം. നിങ്ങൾക്ക് ഇപ്പോഴെങ്കിലും ഇത് മനസ്സിലായി കാണുമല്ലോ എന്നാണ് എല്ലാവരും ചോദിക്കുന്നത്. ഉദ്ഘാടനം അഭിനയവും കൊണ്ട് മാത്രം മുന്നോട്ട് പോകുന്ന ഒരു വെറും നടി മാത്രമല്ല ഹണി റോസ് എന്ന് മനസ്സിലായില്ലേ? അതിബുദ്ധിമതിമായ ഒരു പെണ്ണുകൂടിയാണ് അവൾ. ഈ കേസിന്റെ നാൾവഴികളിലൂടെ മനസ്സിലാക്കാൻ സാധിക്കും. സാധാരണക്കാരൻ കൊടുക്കുന്നത് പോലെ സ്റ്റേഷനിൽ പോയി പരാതി കൊടുത്താൽ വാദിപ്രതിയാണെന്ന് വരും. ഹണി റോസിന്റെ ഓരോ നീക്കങ്ങളും ബിസിനസ്സുകാരനായ ബോച്ചയുടെ ബുദ്ധിയേക്കാൾ മികച്ചതായിരുന്നു എന്ന് ആലപ്പി അഷ്റഫ് തന്നെ അഭിപ്രായപ്പെട്ടു.